പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് ഇസ്രയേലിന് നേരെ ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണം നടക്കുന്നത്. ടെൽ-അവീവിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം. വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ പ്രതിഷേധം ഇരുമ്പുകയാണ്. ഇപ്പോൾ നീത തുടരുന്നുണ്ട്. നീത, കേൾക്കാമോ? കേൾക്കാം തന്നെ. പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇസ്രയേലിന് നേരെ ഇപ്പോഴും ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഗൾഫ് രാജ്യങ്ങളും ഭീതിയിലാകുന്ന തരത്തിലാണ് ആക്രമണങ്ങൾ തുടരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അങ്ങനെ തന്നെയാണ് രമ്യ. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 19ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു എന്നുള്ളത് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. വലിയ രീതിയിൽ തന്നെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് പശ്ചിമേഷ്യ ഉള്ളത് എന്നുള്ളത് ഏറ്റവും ഗൗരവകരമായ കാര്യം തന്നെയാണ്. അതിനിടയിൽ എന്തായാലും ഇറാന്റെ നീക്കങ്ങൾക്കെതിരെയെല്ലാം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നും ഗൾഫ് മേഖലകളിലെല്ലാം ഉണ്ടാവുന്നത് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധമായി എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 12 ഗൾഫ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഇറാന് നേരെ. ഇറാൻ അടിയന്തരമായി തന്നെ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ നടത്തുന്നത്. നമുക്കറിയുന്നത് പോലെ റിഫൈനറികൾക്കും എണ്ണപ്പാടങ്ങൾക്കും ഒക്കെ നേരെ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുവരെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ എണ്ണപ്പാടങ്ങൾക്കെതിരെയും ഈ ആക്രമണം നടത്താൻ ഇറാൻ ഇറങ്ങുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായി തന്നെയാണ് ഗൾഫ് മേഖലകൾ ഇതിനെ കാണുന്നത്. വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഖത്തറിൽ കഴിഞ്ഞ ദിവസം റാസ് ലഫ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഖത്തറിന്റെ ഔദ്യോഗികമായി തന്നെ അവർ അറിയിക്കുന്നുണ്ട്. ഈ സംഘർഷം ഇങ്ങനെ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള ഒരു ചർച്ചകൾ നടത്താനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈജിപ്ത്, തുർക്കി പോലെയുള്ള രാജ്യങ്ങളെല്ലാം ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഹോർമുസ് കടലിടുക്കിൽ കൂടെയും കിടക്കുന്ന ഇന്ത്യൻ എണ്ണ ടാങ്കറുകളുടെയും ചരക്ക് കപ്പലുകളുടെയും ഒക്കെ യാത്രയ്ക്കായി ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. LPG ഒക്കെ ലഭ്യത വളരെ കുറവാണ്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആ ഒരു വിഷയത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് കപ്പലുകളുടെ നീക്കം ആരംഭിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനായി നയതന്ത്ര നീക്കങ്ങൾ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും നിലവില് 21 ഇന്ത്യൻ കപ്പലുകളാണ് ഇപ്പോൾ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഇന്ത്യൻ ജീവനക്കാരുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങളും ഇവിടെ തുടരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടയിലാണ് ഇപ്പോൾ ഖത്തറിലെ ഒരു നിർദ്ദേശം വരുന്നുണ്ട്. അതായത് ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ പുറത്തു വരുന്നത്. സെക്യൂരിറ്റി അറ്റാഷെ, മിലിറ്ററി അറ്റാഷെ, ജീവനക്കാർ അങ്ങനെ ഉള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം 24 മണിക്കൂറിൽ രാജ്യം വിടണം എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അങ്ങനെ മേഖലകളിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഇറാൻ എംബസി ജീവനക്കാരെ പേഴ്സണൽ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.